ഫ്രണ്ട്സ്, ഇത് ഒരു ഡെല്ലിന്റെ ബ്രാൻഡഡ് പി സി ആണ്. അപ്പൊ ഇത് 20 പീസുകളുണ്ട്. മെയിൻ്റെനൻസിന് വേണ്ടി വന്നതാണ്. നമുക്ക് നോക്കാം. ഇതില് പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് എങ്ങനെയാ വെച്ചാൽ ഇതിന്റെ ഗെയ്സ് ആണ്. അപ്പൊ ഇതിന്റെ കോൺഫിഗറേഷൻ വരുന്നത് 8th Gen i3 ബോർഡ് വരുന്നത് ഇന്റൽ ചിപ്സെറ്റ് സീരീസ് ആണ്. പിന്നെ ഹാർഡ് ഡിസ്ക് ആണ് വരുന്നത് 8GB ആണ് ഇതിന്റെ റാം. ഗെയ്സ് കണ്ടില്ലേ, ഗെയ്സ് ഒക്കെ പക്ക ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഒരു ഡെല്ലിന്റെ ഈ ഒരു പി സിയിൽ ഇതിന്റെ ഹീറ്റ് ഒക്കെ ഈ ചിപ്സെറ്റിനോ കാര്യത്തിനോ കംപ്ലൈന്റ് ഇല്ല. മെയിൻസ് വേറെ ഉള്ളത്, ബോർഡാണ് കംപ്ലൈന്റ്. പക്ഷെ ഇത് ഈ ഒരു ഗെയ്സിൽ എന്താ സംഭവിക്കാന്നുണ്ടെങ്കിൽ ഹീറ്റ് ഒക്കെ എന്ത് ചെയ്യും, ഇതിന്റെ ഗെയ്സ് ഏറ്റെടുത്തിട്ട് വർക്ക് ചെയ്യും. പക്ഷെ കൂളിങ് ഒരു രക്ഷയില്ല. നമ്മളെ സാധാരണ നോർമൽ കേസിൽ ഒരു 20 to 25 റേഞ്ചിലൊക്കെ എ സി ഒരു ഹോളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം അതിപ്പോ ഒരു 5 വർഷം ആയി. ഇനി ഒരു 3 or 5 വർഷം മേ ബി പോകാൻ ചാൻസ് കൂടുതലായിട്ട് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം അത്രയും ക്വാളിറ്റി ആണ് ഇതിന്റെ പ്രൊഡക്റ്റ് വരുന്നത്. പിന്നെ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന എങ്ങനെ വെച്ചാൽ ഇവര് ഇറക്കുന്ന സമയത്ത് ഇതിന്റെ ബെഡ് ടൈപ്പ് ആയിട്ടായിരുന്നു ഇത് യൂസ് ചെയ്യുന്നത്. ബെഡ് ടൈപ്പ് ഇങ്ങനെ യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ അമ്മമാരൊക്കെ ഡിസൈനൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ പോസ്റ്റ് ടൈപ്പ് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡസ്റ്റ് എന്ത് ചെയ്യും, ഇതിലേക്ക് നേരെ വന്ന് ഡംപ് ചെയ്യാണ് കറണ്ട് ആകുക. പക്ഷെ ഇത് പോസ്റ്റ് ടൈപ്പിലാണെന്നുണ്ടെങ്കിലോ ഈ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. നേരെ സാധാരണ നമ്മുടെ ഡെസ്ക്ടോപ്പുമായി തന്നെ വേറെ ഡിസൈനിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ മെയിൻ്റെനൻസ് ഫുള്ള് എടുത്തു കഴിഞ്ഞു. ഒരു ഓൾമോസ്റ്റ് ആയി ഒരു 2-3 പീസും കൂടെ ബെൻഡിങ് ഇരിക്കുന്നുണ്ട്. കണ്ട കണ്ടീഷനിൽ ഈ ഒരു സാധനം അടിപൊളിയാണ്. ഇതിൽ ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഹാർഡ് ഡിസ്ക് ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട് ഒരു 256 SSD മാറുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് സാധനം ഇതിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു 5 വർഷം കൂടി ഇനി പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഈ ഒരു ടൈപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ലാപ്ടോപ്പിനെ സംബന്ധിച്ചിടത്തോളം ലാപ്ടോപ്പ് പെട്ടെന്ന് കംപ്ലൈന്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ വരുന്ന ചിപ്സെറ്റ് ആണെങ്കിലൊക്കെ പെട്ടെന്ന് കംപ്ലൈന്റ് ആവാം. അപ്പൊ ഈ ഒരു ടൈപ്പിലുള്ള ഡെസ്ക്ടോപ്പ് ഒക്കെ നിങ്ങൾ സിംഗിൾ ആയിട്ട് സ്മാൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ഈ പറഞ്ഞ ഇപ്പൊ 5 വർഷം ഓൾറെഡി ആയി. ഇനി ഒരു 5 വർഷം കൂടെ കിട്ടാൻ ചാൻസ് കൂടുതലായിട്ട് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ ഈ പറയുന്ന ലെവൽ കാര്യങ്ങളോ 20 to 25 റേഞ്ചിൽ ഒരു ക്ലൈമറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം.